മരണം നടന്ന വീട്ടിൽ ആൾക്കാരൊക്കെ കൂടിയിരിക്കുകയാണ്. ബന്ധുക്കളും നാട്ടുകാരും എല്ലാവരും ഉണ്ട്. അപ്പോഴുണ്ട് ഒരാൾ മാത്രം കുനിഞ്ഞിരുന്ന് കുടുകുടാ ചിരിക്കുന്നു. ആദ്യം അവിടെ നിന്നവരൊക്കെ വിചാരിച്ചു തല കുമ്പിട്ടിരുന്ന് ആരോ കരയുകയാണെന്ന്. പിന്നെയാണ് മനസ്സിലായത് അയാൾ നിർത്താതെ ചിരിക്കുകയാണ്. ആരാണ് അയാൾ? എന്തിനാണ് അയാൾ ആ മരണ വീട്ടിൽ വന്ന് ഇങ്ങനെ ചിരിക്കുന്നത്? നമുക്ക് ആ സംഭവത്തിലോട്ടൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഭാസ്കരൻ നായർ കുറേ നാളായിട്ട് ഒരു വീട് അന്വേഷിച്ച് നടക്കുകയാണ്, വാടകയ്ക്ക് താമസിക്കാൻ. പക്ഷെ ഒരിടത്തും ശരിയാവുന്നില്ല. ചിലത് വാടക കൂടുതൽ, ചിലതാണെങ്കിൽ വീട് ഒരു സൗകര്യവും കാണില്ല. അങ്ങനെ ഒരു ബ്രോക്കറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ ഏറ്റു. ബ്രോക്കർ ഒരു ദിവസം ഭാസ്കരൻ നായരെ വിളിച്ച് പറയുകയാണ്, സാറേ, ഒരു അടിപൊളി വീടുണ്ട്, നമുക്കൊന്ന് പോയി കണ്ടാലോ? ഭാസ്കരൻ നായരും ഭാര്യ ലതകുമാരിയും മകൻ ഗോപകുമാറും കൂടി ബ്രോക്കറേയും കൂട്ടി വീട് കാണാൻ പോയി. തിരുവനന്തപുരത്ത് മലയൻകീഴിലാണ് ആ വീടുള്ളത്. വീടിനെ പറ്റി പോകുന്ന വഴി ബ്രോക്കർ വർണ്ണിക്കാൻ തുടങ്ങി. സാറേ, ഇതൊരു അടിപൊളി വീടാണ്. നിറച്ച് മുറ്റവും ആവശ്യത്തിന് മുറികളും എല്ലാം ഉണ്ട്. റോഡ് സൈഡും. സാറിന് എവിടെ പോണെങ്കിലും നല്ല വണ്ടി സൗകര്യവും ഒക്കെ ഉണ്ട്. അവിടെ ചെന്ന് വീട് കണ്ടപ്പോൾ ആ ഭാസ്കരൻ നായരുടെ കുടുംബത്തിന് ആ വീട് ഇഷ്ടപ്പെടുകയാണ്. ഭാസ്കരനും കുടുംബവും വീടൊക്കെ ചുറ്റി നടന്ന് കണ്ടു. അപ്പോഴാണ് ലതകുമാരി നോക്കുമ്പോൾ ഒരു മുറി മാത്രം അടച്ചിട്ടിരിക്കുന്നു, പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ സ്ത്രീ ചോദിച്ചു, ഇതെന്ത് ഈ മുറി മാത്രം പൂട്ടിയിട്ടിരിക്കുന്നത്? അപ്പോഴാണ് ഭാസ്കരൻ നായർ അത് ശ്രദ്ധിച്ചത്. ഇവർ ബ്രോക്കറോട് ചോദിക്കാൻ തിരിഞ്ഞതും അയാൾ പിന്നിൽ നിന്നും പറഞ്ഞു, അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. പണ്ടെന്ന് പറഞ്ഞാൽ പണ്ട് ഒരു പെങ്കൊച്ചൊരു ബുദ്ധിമോശം കാണിച്ചു. കാര്യമില്ല കാര്യത്തിനാണ്. അന്ന് പിന്നെ പൂജയൊക്കെ നടത്തി ഇതങ്ങ് അടച്ചിട്ടു. വേറെ കുഴപ്പമൊന്നുമില്ല, പൊളപ്പം വീടല്ലേ. ഇനി ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം. ഇപ്പം തുറന്നു തരാം, താക്കോലുണ്ട്. അയാൾ ആ വാതിൽ തുറന്നു. ഭാസ്കരൻ അതിനകത്ത് കയറി നോക്കിയപ്പോൾ നല്ല ഒരു മുറി. പിന്നെ ബ്രോക്കറുടെ വാക്ചാതുര്യം കൂടി ആയപ്പോൾ അവർ ഈ വീട് തന്നെ അങ്ങ് എടുക്കുകയാണ്. ഉടൻ തന്നെ ഒരു ചെറിയ ടോക്കൺ അഡ്വാൻസും കൊടുത്തു. ബ്രോക്കർ ചേട്ടനും സന്തോഷം, വീട്ടുകാർക്കും സന്തോഷം. അമ്മ പുറത്ത് ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ്. കൂടെ സുധാകരനും ഉണ്ട്. ഈ പുതിയ താമസക്കാരെയൊക്കെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും അയൽവാസികളാണ്. ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഷീലുവിനോട് സുധാകരൻ കണ്ണ് കാണിക്കുകയാണ്, നമ്മളായിട്ട് ഇനി ഒന്നും പറയണ്ട. പക്ഷേ ആ സ്ത്രീയുടെ മനസ്സനുവദിച്ചില്ല. അവർ ബ്രോക്കറുടെ കണ്ണ് വെട്ടിച്ച് ഭാസ്കരനോട് ചോദിച്ചു, നിങ്ങൾ ഈ വീട് എടുത്താ? അയാൾ പറഞ്ഞു, ഓ എടുത്തു. നിങ്ങളിത് എന്തറിഞ്ഞിട്ടാണ്? ഇതൊത്തിരി പ്രശ്നമുള്ള വീടാണ്. പക്ഷെ ഭാസ്കരന് ഒരു കുലുക്കവുമില്ല. കാരണം അയാൾ വിചാരിച്ചത് ആ ഒരു പെൺകുട്ടി ബുദ്ധിമോശം ചെയ്ത കാര്യം ബ്രോക്കർ പറഞ്ഞതാണ് ഇവരും പറയാൻ വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു, അതൊന്നും സാരമില്ല. പിന്നെ ഷീലു അമ്മ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഭാസ്കരനും മോൻ ഗോപകുമാറും കൂടി അവിടെ താമസം തുടങ്ങുകയാണ്. ലതകുമാരി ഇളയ മകൻ പ്രദീപിൻ്റെ വീട്ടിലാണ്, അങ്ങ് മുടവൻ മുകളിൽ. ഷീലുവിനും സുധാകരനും ഇവരെ കാണവ മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. കാര്യങ്ങൾ തുറന്നു പറയണ്ടേ? ഷീലു തന്നെ തുടക്കമിട്ടു. ദേ, ആ കാണുന്ന വീടാണ് എൻ്റെത്. ഞാൻ 15 വർഷം കൊണ്ട് ഇവിടെ നടക്കണതെല്ലാം കാണുകയാണ്. ഈ വീട് കൊള്ളില്ല. ഇവിടെ നിങ്ങൾക്ക് തൊട്ട് മുമ്പ് വന്നവൻ ജീവനും കൈ പിടിച്ചുകൊണ്ടാണ് ഓടിയത്. വരുന്നവർക്കെല്ലാം കഷ്ടകാലമാണ്. ആരും ഇവിടെ വാഴൂല. സ്നേഹം കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഈ വീടങ്ങ് ഒഴി. ആർക്കും ഇന്നലെ പറയാക്കുള്ളൂ. ആര് വന്നാലും ദുരന്തമാണ്, നാട്ടുകാർക്കും ദുരന്തമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ആ വീടിനെ സംബന്ധിച്ച് ഒരു കുട്ടി മരിച്ചു. അതിന് ശേഷം ആ വീട് വിറ്റിട്ട് പോയി. വിറ്റ് വാങ്ങിച്ചത് തന്നെ ആരാണെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ അടുത്തൊരു പാർട്ടി വന്നു. അത് ഇതുപോലെ തന്നെ ആ വീട്ടിൽ നാട്ടുകാരൊക്കെ ഭയങ്കര ശല്യമായിരുന്നു. അവരെ ഒഴിച്ചു വിട്ടു. അടുത്ത് വേറൊരു പാർട്ടി വന്നു. പക്ഷെ നാട്ടുകാരെ വാക്കൊന്നും മുഖവിലേക്ക് എടുക്കാതെ ഈ അച്ഛനും മകനും അവിടെ അങ്ങ് താമസം തുടങ്ങുകയാണ്. ഒരു ദിവസം നട്ടപ്പാതിരായപ്പോഴാണ് ഭാസ്കരൻ നായരും ഗോപകുമാറും നോക്കുമ്പോൾ ഒരു നിലവിളി വീടിൻ്റെ അകത്തുനിന്ന് കേൾക്കുകയാണ്. പെട്ടെന്ന് അതങ്ങ് നിന്നു. പിന്നെ ആരൊക്കെയോ ചുറ്റും ഓടുന്ന സൗണ്ട്, ഇടയ്ക്കിടയ്ക്ക് കൈകൊട്ടുന്നു, വാതിൽ തട്ടുന്നു. ആകെ ഒരു ബഹളം തന്നെ. ഒരു പോള കണ്ണടച്ച് അച്ഛനും മോനും ഉറങ്ങിയില്ല എന്ന് വേണം പറയാൻ. വല്ല വിധേനയും നേരം വെളുപ്പിച്ചു. രാവിലെ ചായയും കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ തമ്മിൽ ഇതിനെപ്പറ്റി പറയുകയാണ്. എന്തോ ഒരു കുഴപ്പമുണ്ട്. നാട്ടുകാർ പറയണത് ചുമ്മാതല്ല. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ, നമ്മളിപ്പോൾ എഗ്രിമെൻ്റ് എഴുതി ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ, ഭാസ്കരൻ നായർ പറഞ്ഞു. ഗോപകുമാർ പറയണം, അച്ഛൻ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വേറെ വീട് സംഘടിപ്പിക്കാം, എന്നിട്ട് മാറാം. അങ്ങനെ ഇവരത് തീരുമാനിച്ച് അങ്ങനെ ഇരുന്നു.
ഈ വീട്ടിൽ വന്നപ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു കുഴപ്പവും ഇവരുടെ ജീവിതത്തിലില്ല. വളരെ സന്തോഷകരമായിട്ടാണ് ഇവർ കഴിയുന്നത്. ഗോപകുമാർ മാത്രമാണ് ഈ വീട്ടിൽ കഴിയുന്നത്. അമ്മ ഗോപകുമാറിൻ്റെ അനിയനൊപ്പമാണ്. രാത്രിയാവുമ്പോൾ ഭാസ്കരൻ നായർ ഒറ്റയ്ക്ക് താമസിക്കുന്ന മകന് കഴിക്കാനുള്ള ഭക്ഷണവും കൊണ്ട് ഇവിടെ കൂട്ടുകിടക്കാൻ വരും. പകല് ഭാസ്കരൻ നായർ ഇളയ മകൻ്റെ വീട്ടിലോട്ട് പോകും. ഗോപകുമാർ പകല് ഓട്ടോ ഓടിക്കാനും പോകും. അച്ഛനും മകനും തമ്മിൽ നല്ല കൂട്ടുകാരെ പോലത്തെ ഒരു ബന്ധമാണെന്ന് പറയാം. എല്ലാ കാര്യങ്ങളും ഇവർ തുറന്ന് സംസാരിക്കും പരസ്പരം. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഒരു ദിവസം രാത്രി ആയപ്പോൾ ഭാസ്കരൻ്റെ വീട്ടിൽ നിന്നും ഒരു ഉച്ചത്തിലുള്ള നിലവിളി നാട്ടുകാർ കേൾക്കുകയാണ്. അവരൊക്കെ ഓടി ആ വീട്ടിലെത്തി. അപ്പോഴുണ്ട് ഗോപകുമാർ കരഞ്ഞ് നിലവിളിക്കുന്നതാണ് കാണുന്നത്. അയാൾ അകത്ത മുറിയിൽ വിരൽ ചൂണ്ടി കാണിച്ചിട്ടാണ് കരയുന്നത്. അങ്ങോട്ട് നോക്കിയപ്പോൾ നാട്ടുകാർ കാണുന്നത് അകത്ത മുറിയിൽ തറയിൽ ഭാസ്കരൻ നായർ കിടക്കുന്നു. എന്തു പറ്റി അച്ഛനെന്ന് ചോദിച്ചപ്പോൾ ഗോപകുമാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അറിയില്ല, അച്ഛൻ നിലത്ത് വീണ് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്, വിളിച്ചിട്ടാണെങ്കിൽ അനങ്ങുന്നുമില്ല. ഉടൻ തന്നെ നാട്ടുകാർ എല്ലാവരും കൂടെ ഭാസ്കരൻ നായരെ താങ്ങിയെടുത്ത് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടോടി. അവിടെ ചെന്ന് അയാളെ ഏൽപ്പിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്താണ് അയാൾക്ക് പറ്റിയെന്നറിയാൻ. ഗോപകുമാറും കരഞ്ഞ് നിലവിളിച്ച് ഒരു സൈഡിൽ നിൽപ്പുണ്ട്. ഡോക്ടർ പുറത്തു വന്ന് പറഞ്ഞു, ഭാസ്കരൻ നായർ മരിച്ചു. എല്ലാവരും കരുതി അയാൾക്ക് വല്ല അറ്റാക്ക് വല്ലതും വന്നതാണെന്ന്. ഡോക്ടർ ഉടനെ പറഞ്ഞു, നിങ്ങളിവിടെ കൊണ്ടുവരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ മരണം നടന്നു കഴിഞ്ഞു. അറ്റാക്കൊന്നുമല്ല, തലയ്ക്കടിയേറ്റാണ് മരിച്ചിരിക്കുന്നത്. എല്ലാവരും ഞെട്ടിപ്പോയി. പെട്ടെന്ന് എല്ലാവരും നോക്കിയത് ഗോപകുമാറിനെ ആയിരുന്നു. ഗോപകുമാറിനെ എവിടെയെങ്കിലും കാണാനില്ലേ? അത്രയും നേരം കരഞ്ഞുകൊണ്ട് നിന്ന ഗോപകുമാറിനെ അവിടെ ആരും കണ്ടില്ല. പിന്നെ ആൾക്കാരൊക്കെ അവിടെ മുഴുവൻ പരതി. ഇല്ല, അയാൾ ആ ആശുപത്രിയിലേ ഇല്ല. അയാൾ ആ ആശുപത്രിയിലില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, അച്ഛനെ തട്ടിയത് മകൻ തന്നെ. വിവരം അറിഞ്ഞ് പോലീസും എത്തി. ഭാസ്കരൻ നായരുടെ ബോഡി വീട്ടിൽ കൊണ്ടുവരികയാണ്. ഇങ്ങനെ വരാന്തയിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പോഴുണ്ട് ഈ ഒരു മരണാനന്തര ചടങ്ങിനൊന്നും ഗോപകുമാറിനെ അവിടെ എങ്ങും കാണാനില്ല. കുറേ കഴിഞ്ഞ് എല്ലാവരും നോക്കുമ്പോൾ വീടിൻ്റെ പിൻവശത്ത് തല കുനിച്ച് ഒരാളിരിക്കുന്നു. എന്നിട്ട് ചിരിക്കുകയാണ്. വല്ലാത്തൊരു ചിരി. വേറെ ആരുമല്ല, ഗോപകുമാറാണ്. നാട്ടുകാരെല്ലാം അപ്പോഴും ആ വീടിനെ തന്നെയാണ് ഈ കുറ്റം പറയുന്നത്. ഈ പയ്യൻ്റെ ദേഹത്ത് എന്തോ ഒരു ബാധ കയറിയാണ് ഇവൻ ഈ അതിക്രമം എല്ലാം കാണിച്ചത്. അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. എന്ത് സന്തോഷമായിട്ടാണ് ഇവർ അച്ഛനും മോനും കഴിഞ്ഞിരുന്നത്. ഭാസ്കരൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഗോപകുമാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഗോപകുമാറിന് പണ്ട് ചെറിയൊരു മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇയാൾക്ക് 35 വയസ്സുണ്ട്. കല്യാണമൊന്നും ആവാത്തത് ഇയാളിൽ നല്ല മാനസിക വിഷമം ഉണ്ടാക്കിയിരുന്നു. ഇതിനെ ചൊല്ലി മദ്യപിച്ചു കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വഴക്കുണ്ടാക്കുകയും അച്ഛനെ അമ്മയെ ഉപദ്രവിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ഇയാളുടെ ഈ ശല്യം കാരണമാണ് അമ്മ ഇളയ മകൻ്റെ വീട്ടിലോട്ട് താമസം മാറിയത്. പിന്നെ ഗോപകുമാറിൻ്റെ പരാക്രമമൊക്കെ അച്ഛനോടായിരുന്നു. എന്നാലും വയ്യാത്ത മകനെ ഒറ്റയ്ക്ക് വിട്ടുപോകാൻ ആ അച്ഛന് മനസ്സ് വന്നില്ല. അയാളും മകനുള്ള ഭക്ഷണവും കൊണ്ട് എന്നും ഇവിടെ വന്ന് കൂട്ടുകിടക്കും. ചില സമയത്ത് മാത്രമാണ് മകൻ അച്ഛനോട് വഴക്ക് കൂടിയിരുന്നത്. അല്ലാത്തപ്പോൾ അച്ഛനും മകനും വലിയ കൂട്ടാണ്. വാതോരാതെ ഇവർ സംസാരിക്കും. ഈ വീടിൻ്റെ ദോഷങ്ങളും ഇവിടെയുള്ള ചില ശല്യങ്ങളും ഒക്കെ കേട്ടറിഞ്ഞും അങ്ങനെയൊക്കെ ഗോപകുമാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പഴയ ഒരു സ്വഭാവം പുറത്തു വീണ്ടും വരാൻ തുടങ്ങി. അങ്ങനെ അന്നും മകനുള്ള ഭക്ഷണവും കൊണ്ട് അച്ഛൻ കൂട്ടുകിടക്കാൻ വരികയാണ്. അപ്പോഴാണ് അറിയുന്നത് ഗോപകുമാർ പകല് നാട്ടുകാരുടെയൊക്കെ അടുത്ത് ചെന്ന് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിരുന്നുവെന്ന്. മൊത്തത്തിൽ ഗോപകുമാറിനൊരു മാറ്റം. ഇത് കണ്ട ഭാസ്കരൻ നായർ മകനോട് പറഞ്ഞു, നമുക്കിനി ഈ വീട് പറ്റില്ല, ഇത് എത്രയും പെട്ടെന്ന് ഒഴിയണം. ഇത് കേട്ടതും ഗോപകുമാർ പൊട്ടിത്തെറിച്ചു. ആ വീട് ഒഴിയാൻ അയാൾ തയ്യാറായില്ല. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് അച്ഛനും മോനും നല്ല രീതിയിൽ തന്നെ വഴക്കുകൂടി. ഒടുവിൽ എന്തേലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങടാന്നും പറഞ്ഞ് അച്ഛൻ ഭാസ്കരൻ നായർ അകത്ത മുറിയിൽ ഉറങ്ങാൻ കിടന്നു. കുറേ നേരം കഴിഞ്ഞ് ഗോപകുമാർ ഉറങ്ങിക്കിടന്ന അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛനെ ഇമവെട്ടാതെ കുറച്ചു നേരം അയാൾ അങ്ങനെ നോക്കി നിന്നു. ശേഷം അയാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തടിക്കസേര എടുത്ത് ആ പാവം അച്ഛൻ്റെ തലയ്ക്ക് ഒറ്റ അടിയാണ്. വേദന കൊണ്ട് പുളഞ്ഞ ആ മനുഷ്യനെ എന്നിട്ടും വെറുതെ വിടാൻ അയാൾക്ക് തോന്നിയില്ല. ഒരു വടിയെടുത്ത് അയാൾ ആ അച്ഛനെ പൊതിരെ മർദ്ദിച്ചു. ഒടുവിൽ മകനെ ഒരുപാട് സ്നേഹിച്ച, മകനെ ഒറ്റയ്ക്കാക്കാതെ ഒപ്പം നിന്ന ആ അച്ഛൻ മരണപ്പെട്ടു.
പോലീസ് ഗോപകുമാറിനെ അറസ്റ്റ് ചെയ്തു. ശരിക്കും പോലീസ് ഈ ഒരു കേസിൽ പറയുന്നത് ആ വീടിൻ്റെ ശരിക്കുള്ള ഓണർ ഒരു ഷൺമുഖനാശാരി എന്ന ആളായിരുന്നു. അയാളുടെ മകൾ എന്തോ മാനസിക വിഷമത്തിൽ കടുങ്കൈ ചെയ്ത് മരിച്ചു. അതോടെ അയാൾ ആ വീട് വിറ്റു. പിന്നെ വീട് വാങ്ങിയ ആൾ ആ വീട് താമസിക്കാതെ മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ അത് വാടകയ്ക്ക് കൊടുക്കുകയാണ്. കാരണം നല്ല വാടക കിട്ടും, വലിയ വീടാണ്, എല്ലാ സൗകര്യവും ഉണ്ട്. അങ്ങനെ ആ വീട്ടിൽ വാടകക്കാർ ഒട്ടനവധിയായി. എല്ലാവർക്കും കടബാധ്യത കൊണ്ടും മാനസിക പിരിമുറുക്കങ്ങൾ കൊണ്ടും ഒക്കെയുള്ള പ്രശ്നങ്ങൾ വന്ന് ആ വീടൊഴിഞ്ഞു പോയി. അത് അവിടെ എന്തോ ഒരു പ്രേതബാധയുള്ളതായിട്ടാണ് നാട്ടുകാരുടെയൊക്കെ സംസാരം. ശരിക്കും ആ വീടിൻ്റെ കുഴപ്പമാണോ അതോ വന്ന ആൾക്കാരുടെ ഓരോ ജീവിത പ്രശ്നങ്ങൾ കാരണമാണോ ഒരു പിടിയുമില്ല. എന്തായാലും ഈ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.